ഹൈ ഡിയേഴ്സ്, നമ്മുടെ അക്കൗണ്ടൻസിയുടെ മൂന്നാമത്തെ പാർട്ടാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പാർട്ടും ഫസ്റ്റ് പാർട്ടും കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു പാർട്ട് കാണാൻ ശ്രമിക്കാം. ഈ ഒരു പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പറയുമ്പോൾ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്ങും അതുപോലെ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്ങും പിന്നെ അക്കൗണ്ടിങ്ങിലെ ചില ബേസിക് ആയ ടേംസും ആണ് നമ്മളൊരു പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ കിടക്കാം. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അത് പറഞ്ഞു ഇത്രേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് നമ്മുടെ ഉപഭോക്താവിന് ഉപകാരപ്രദമാകണമെങ്കിൽ ഒരു 4 ഗുണങ്ങളിലൂടെ കടന്നു പോകണം. പറയുന്ന ഇത്രേ ഉള്ളൂ. ഒന്ന് റിലയബിലിറ്റി ആണ്, രണ്ടാമത് റെലവൻസ്, മൂന്നാമത് അണ്ടർസ്റ്റാൻഡബിലിറ്റി, നാലാമത് കമ്പയറബിലിറ്റി. ഓക്കെ, അതിൽ റിലയബിലിറ്റി അല്ലെങ്കിൽ വിശ്വസത എന്താണെന്ന് പറഞ്ഞു പോവാം. അക്കൗണ്ട് വിവരങ്ങൾ തെറ്റുകളിൽ നിന്നും പശ്ചാത്തലത്തിൽ നിന്നും മുക്തമായിരിക്കണം. അതായത് നൽകുന്ന വിവരങ്ങൾ വിശ്വസനീയവും തെളിവുകൾ വെച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതുമായിരിക്കണം. ഓക്കെ, അത്രയാണ് അതിൽ പറയുന്നത്. രണ്ടാമത്തെ റെലവൻസ് ആണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ആ ഒരു ടൈമിൽ കൊടുക്കാൻ ശ്രമിക്കണം. ഓക്കെ, നമുക്ക് വിവരങ്ങൾ എപ്പോഴാണോ തീരുമാനമെടുക്കേണ്ടത് ആ ഒരു വിവരങ്ങൾ വെച്ചിട്ട് ആ ഒരു ടൈമിൽ കിട്ടണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ മൂന്നാമത്തെയാണ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. അണ്ടർസ്റ്റാൻഡബിലിറ്റി ഇതിൽ പറയുന്നുള്ളൂ. വിവരങ്ങൾ തയ്യാറാക്കിയ ആളുകൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ആ വിവരങ്ങൾ കൊടുത്ത വ്യക്തിക്ക് മനസ്സിലാകണം. ഒരേ അക്കൗണ്ടിങ് രീതിയിൽ അത് തയ്യാറാക്കിയിരിക്കണം. അതായത് അക്കൗണ്ടിങ്ങിൻ്റെ റൂൾസ് ഉൾപ്പെടുത്തി തയ്യാറാക്കിയതായിരിക്കണം. ഓക്കെ, പിന്നെയാണ് കമ്പയറബിലിറ്റി. അതായത് കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കുകളോ മറ്റു വിവരങ്ങളുമായി കമ്പയർ ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. അതായത് മറ്റു സ്ഥാപനങ്ങളുടെ വിവരങ്ങളുമായി കമ്പയർ ചെയ്യാൻ കഴിയുന്നൊരു ഡാറ്റ ആയിരിക്കണം നമ്മൾ കൊടുക്കുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ്. ഓക്കെ, ഈ ഒരു 4 ഘടകങ്ങളാണ് അതിലുള്ളത്. നമ്മുടെ അടുത്ത് നോക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അതായത് നമ്മൾ എന്തിനാണ് അക്കൗണ്ടിങ് ബിസിനസ്സിൽ ചെയ്യുന്നത്, ഈ അക്കൗണ്ടിങ്ങിന്റെ ലക്ഷ്യം എന്നാണ് പറയുന്നത്. ഒരു 4 ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്, രണ്ടാമത്തെ കാൽക്കുലേഷൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, മൂന്നാമത്തെ ഡെഫിനിഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻസ്, നാലാമത്തെ പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു ഇറ്റ്സ് യൂസേഴ്സ്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ ഒന്നാമത്തെ പറഞ്ഞാൽ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. അതായത് ബിസിനസ് ദിവസേന നടക്കുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകളും കൃത്യമായി ക്രമമായി ആ ഒരു ബുക്കിൽ എഴുതി വയ്ക്കാം. നമ്മുടെ ലെഡ്ജർ എന്ന് പറയും. ഓക്കെ, മനുഷ്യന്റെ ഓർമ്മശക്തി പരിമിതികളല്ലേ, അപ്പോൾ നമ്മളൊന്ന് കുറിക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെയാണ് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ അക്കൗണ്ടിങ് എഴുതി വയ്ക്കുന്നതിലൂടെ നമ്മുടെ ബിസിനസ്സിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ സംഭവിച്ചെന്ന് നമുക്കൊരു നിലപാടിൽ എത്താൻ കഴിയും. അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഓക്കെ, പിന്നെ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നമ്മുടെ മൂന്നാമത്തേത്. അതായത് അക്കൗണ്ടിന്റെ വർഷാവസാനം ബിസിനസ്സിന് എത്ര ആസ്തികളുണ്ട്, എത്ര ബാധ്യതകളുണ്ട് എന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. ഓക്കെ, കമ്പനിയുടെ ഈ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു നില നമുക്ക് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നീ കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ ആ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കിയിട്ട് നമുക്ക് അറിയാൻ കഴിയും. എന്നിട്ട് നാലാമത്തെയാണ് നമ്മൾ പറഞ്ഞ അതേ തന്നെയാണ് നമ്മുടെ യൂസേഴ്സിനും നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അവർക്ക് എന്തിനൊക്കെ വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു ഡാറ്റ അവർക്ക് യൂസ്ഫുൾ ആവണം. അതായത് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ, ആ ഒരു ഇപ്പോൾ എംപ്ലോയി ആണെങ്കിൽ സാലറി കിട്ടുമോ എന്നീ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് ഇത് മനസ്സിലാക്കണം. ഓക്കെ, ഇതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോണത് ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ് ആണ്. അതായത് നമ്മൾ അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ജേണൽ എഴുതുമ്പോൾ ഒക്കെ ആവശ്യമുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ബേസിക് ടേംസ് ആണ് നമ്മളിൽ ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെയാണ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ഓക്കെ, അതായത് ബിസിനസിന്റെ സാമ്പത്തിക നിലയെ ബാധിക്കുന്നതും പണത്തിന്റെ അടിസ്ഥാനത്തിൽ അളക്കാൻ കഴിയുന്നതുമായ സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അതിന് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ക്യാഷ് ട്രാൻസാക്ഷൻ, രണ്ടാമത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. ക്യാഷ് എന്ന് പറയുമ്പോൾ പണം ഉടൻ നൽകുന്ന ഇടപാടുകളാണ്. രണ്ടാമത്തെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ പണം പിന്നീട് നൽകാമെന്ന വ്യവസ്ഥയിൽ നടത്തുന്ന കടമിടപാടുകളാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബിസിനസ് ട്രാൻസാക്ഷന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ പർച്ചേസ് ഓഫ് ഗുഡ്സും സെയിൽസ് ഓഫ് ഗുഡ്സും ആണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെയാണ് അസറ്റ്സ് എന്ന് പറയുന്നത്.
ബിസിനസിന്റെ കാര്യങ്ങൾ സുഗമമായി നടക്കുന്നതിനായി ഉടമസ്ഥന്റെയോ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെയോ പേരുള്ള വിഭവങ്ങൾ നമ്മൾ അസറ്റ്സ് എന്ന് പറയുന്ന. ഓക്കെ, ഉദാഹരണത്തിന് ഭൂമി, കെട്ടിടം, പിന്നെ നമ്മുടെ മെഷീനറീസ്, ഫർണിച്ചർ എന്നൊക്കെ ഒരു ഉദാഹരണമാണ്. ഈ അസറ്റ്സ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫിക്സ്ഡ് അസറ്റും 2 കറന്റ് അസറ്റ്സും ആണ്. ഓക്കെ, ഫിക്സ്ഡ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോങ് ടേമിലേക്ക്, അത് ദീർഘകാലത്തേക്ക് മാറ്റി വയ്ക്കുന്ന അസറ്റ്സുകളാണ് നമ്മൾ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുക. അത് ലാൻഡ്, ബിൽഡിങ്സ്, ഫർണിച്ചേഴ്സ് ഒക്കെ. പിന്നെ കറന്റ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കറണ്ട്, അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കറന്റ് അസറ്റ്സ് എന്ന് പറയാം. ഡെപ്റ്റേഴ്സ്, ക്യാഷ്, പിന്നെ അതുപോലെ തന്നെ സ്റ്റോക്ക്, ഇതൊക്കെയാണ് കറന്റ് അസറ്റ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തൊരു ബേസിക് ടൈം എന്ന് പറയുന്നത് നമ്മളെ എക്സ്പെൻഡിച്ചർ ആണ്. അതായത് ബിസിനസ്സിന് എന്തെങ്കിലും പ്രയോജനം, സേവനം ലഭിക്കുന്നതിനായി ചെലവാക്കുന്ന പണത്തെ നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നു. ഓക്കെ, 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും രണ്ടാമത്തെ റവന്യൂ എക്സ്പെൻഡിച്ചറും. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിന് മുകളിൽ പോകുന്ന എക്സ്പെൻഡിച്ചേഴ്സിന് നമ്മൾ പറയുന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അത് പർച്ചേസ് ഓഫ് മെഷീനറി, പർച്ചേസ് ഓഫ് ബിൽഡിങ്സ്, ഫർണിച്ചർ എന്നിവയൊക്കെ ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. അത് ഫിനാൻഷ്യൽ ഇയറിന് ഉള്ളിൽ തീർന്നു പോകുന്ന കാര്യങ്ങളെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ എക്സ്പെൻസ് എന്ന് പറയും. ഓക്കെ, അതിന് എക്സാമ്പിൾ സാലറി, വേജസ്, റെന്റ്, ടെലിഫോൺ പേ ചെയ്യുക എന്ന കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇൻട്രസ്റ്റ് എന്ന കാര്യങ്ങളൊക്കെ പെടുന്നതാണ്. ഓക്കെ, 4ാമത്താണ് ലയബിലിറ്റീസ്. അതായത് മുൻകാല ഇടപെടലുകൾ കാരണം ബിസിനസ്സിന് മറ്റുള്ളവർക്ക് നൽകാനുള്ള നിലവിലെ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളാണ് നമ്മുടെ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ക്രെഡിറ്റേഴ്സ്, നമുക്ക് ക്യാഷ് കടന്ന വ്യക്തികളാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ ബില്ല് പേ ചെയ്യാനുള്ളതാണ് ബിൽ പേയബിൾ. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അതായത് വാടക, ശമ്പളം കൊടുക്കാനുള്ള ശമ്പളം എന്നിവയൊക്കെ അതിൽ വരും. പിന്നെ ബാങ്ക് ലോണ്. ഓക്കെ, ഇതൊക്കെ ലൈബിലിറ്റീസ് ആണ്. ഓക്കെ, അടുത്ത വേർഡാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബിസിനസ്സിലേക്ക് ബിസിനസ് ഉടമ കൊണ്ടുവരുന്ന ക്യാഷ്, അതുപോലെ തന്നെ ഗുഡ്സ് എന്നിവയൊക്കെ നമുക്ക് ക്യാപിറ്റലായിട്ട് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതായത് പ്രോഫിറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് ഉടമ കൊണ്ടുവരുന്ന ഇത്തരം വസ്തുക്കളെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ 6ാമത്തെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അതായത് ബിസിനസ് ഉടമ അദ്ദേഹത്തിന്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ബിസിനസ്സിൽ മുന്നിൽ കൊണ്ടുപോകുന്ന പണമോ അല്ലെങ്കിൽ വസ്തുക്കളെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, 7ാമത്തെ റവന്യൂ ആണ് വരുമാനം. സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ വിൽക്കുന്നതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പണത്തിനെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. പിന്നെ പ്രോഫിറ്റ്, ലോസ്, ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് നമ്മൾ പറഞ്ഞതാണ്. അത് നമുക്ക് ഇതിന്റെ സംശയങ്ങളിൽ ചോദിക്കും കേട്ടോ. നമുക്ക് അടുത്തൊരു പോയിന്റ് നോക്കാം. ഡിസ്കൗണ്ട് ആണ്. ഓക്കെ, അതായത് വിൽപ്പനക്കാരൻ വാങ്ങുന്ന ആൾക്ക് നൽകുന്ന ഒരു കിഴിവ് ആണ് നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ട്രേഡ് ഡിസ്കൗണ്ടും ഉണ്ട്, അതായത് ക്യാഷ് ഡിസ്കൗണ്ടും ഉണ്ട്. ഓക്കെ, ക്യാഷ് ഡിസ്കൗണ്ട് നമുക്ക് അറിയുന്നുണ്ടാവും, അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട വിചാരിക്കുന്നു. 2ാമത്തെയാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ട്രേഡ് ഡിസ്കൗണ്ട് ഇത്രേ ഉള്ളൂ. അതായത് നമ്മുടെ ഉപഭോക്താവിന്, വാങ്ങുന്ന ആളിന് നമ്മൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഡിസ്കൗണ്ടുകളാണ് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിങ്ങനെ ആണ് ഇൻവോയ്സ് ഒക്കെ ഉണ്ടാവും, അതിന് എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങിയാൽ മറ്റൊരു സാധനം ഫ്രീ എന്നൊക്കെ പറയുന്നതൊക്കെ ട്രേഡ് ഡിസ്കൗണ്ട് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, ഇതാണ് ഡിസ്കൗണ്ട് ആയിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ പറയാനുള്ളത് ഇവിടെ കുറച്ച് വേർഡ്സ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വേർഡ്സ് ഒന്ന് സുപരിചിതമാണോ ഒന്ന് വായിച്ചു നോക്കാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ചാനൽ എത്തുമ്പോൾ കൂടുതൽ കാര്യങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അപ്പൊ ഇത്രയാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഉള്ളത്. അടുത്ത നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്കാണ് കിടക്കാറ്. ഓക്കെ, അപ്പോൾ പുതിയൊരു ചാപ്റ്ററുമായി മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ചാനൽ ഉപകാരപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.